Okay, good morning. We should start the fifth lesson now. Fifth lesson is physics. Not fifth, sorry, sixth lesson, sixth. Lesson number has been changed. Okay, sixth lesson is physics only, same. Flow of heat. ചൂട് എങ്ങനെ അതിന്റെ വേരിയേഷൻസ് അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പാസ് ചെയ്യുന്നത് എങ്ങനെ ആ രീതിയിലുള്ളതാണ്. ഓക്കെ, so you can see that picture in first picture you can see that water is boiling, and in second one evaporation, sun's heat. Okay, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ് how we get rain അല്ലേ, നമ്മൾ ചോദിച്ച് ഡിസ്കസ് ചെയ്തല്ലായിരുന്നോ. So first experiment also we had discussed because we told that put a steel steel spoon or any other metal spoon, means mostly here we mention steel steel spoon. Okay, so put a steel spoon into a glass of hot water, and after a few minutes we can experience the spoon also is hot, and from this we can understand that the heat from this hot water have been passed through the spoon, which is a metal. Okay, അത്ര നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ. ഇനി നമ്മൾ one more point is that if we keep that glass of water for some time outside means not from heating we have to keep outside from the stove. Then a few minutes, 5 or 10 minutes, we can, when we experience, we can if we touch, we can see that that water is cool. Understand? നമ്മൾ ആ വെള്ളം തിളപ്പിച്ച വെള്ളത്തിൽ ഗ്ലാസ് ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് നമ്മളൊരു സ്പൂൺ ഇട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ആ സ്പൂണിൽ ടച്ച് ചെയ്യുമ്പോൾ ആ സ്പൂണും ചൂടായിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ നമ്മള് ഈ ചൂടായിരിക്കുന്ന സ്പൂണ് അതുപോലെ തന്നെ നമ്മൾ ആ വെള്ളം അടുപ്പത്ത് നിറക്കി ഒരു 10 മിനിറ്റ് നേരത്തിന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് വാട്ടർ ഈസ് കൂൾ അഗെയിൻ. ആ വെള്ളം വീണ്ടും തണുത്തു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ സ്പൂണും തണുത്തായിരിക്കും അതിനകത്ത് കിടക്കുന്നത്. ഇനി വാട്ട് ഹാപ്പൻസ് ടു ദ ഹീറ്റ്? ആദ്യം ഉണ്ടായിരുന്ന ഹീറ്റിന് എന്ത് സംഭവിച്ചു? ഇറ്റ് ഹാസ് ബീൻ സ്പ്രെഡ് ടു ദ സറൗണ്ടിങ്സ്. ആ ചൂട് എന്തായി? ചുറ്റിലേക്കും വ്യാപിച്ചു, അന്തരീക്ഷത്തിലെ വായുവിലേക്ക് വ്യാപിച്ചു. സോ നമുക്കറിയാം എയർ ഈസ് വെയ്റ്റ്ലെസ് ആൻഡ് ഇറ്റ് ഹാസ് നോ പ്രോപ്പർ വെലോസിറ്റി, വോള്യൂം. അതിനൊരു കാര്യത്തിൽ അത് ചുറ്റും വ്യാപിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേൽ ആ ഇത് മൊത്തം എല്ലായിടത്തോട്ടും വ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ വെള്ളം തണുത്തു. അപ്പൊ നമുക്കറിയാം, നിങ്ങൾ ചായ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ യു ഫോർ എക്സാമ്പിൾ അനദർ തിങ്, യു ബ്രിങ് ഹോട്ട് വാട്ടർ ടു ദ സ്കൂൾ, isn't it? So you know that as it is boiled, if you pour into the plastic bottles and all, it will burn off. So what your mother will do, she'll keep it for some time to be cooled. Am I correct or not? Yes. And after she remove from the stove, or she will pour into another vessel and she will keep it for some time. അപ്പൊ കുറച്ച് സമയം വെച്ച് കഴിയുമ്പോൾ അത് തണുക്കും. അപ്പൊ ആ പാത്രത്തിൽ ഉണ്ടായിരുന്ന ചൂട്, വെള്ളത്തിലുണ്ടായിരുന്ന ചൂട് എവിടെ പോകുന്നു? ഇറ്റ് വിൽ സ്പ്രെഡ് ടു ദ സറൗണ്ടിങ്സ്, to the air where it has been kept. അത് വെച്ചിരിക്കുന്ന ആ ചുറ്റും വ്യാപിച്ചു പോകും അല്ലെ. And another example, we know that we wash the cloth and we'll put it for drying. When the cloth is taken from the water, or when we dipped and squeezed it, we know that it is wet. After few minutes or few hours, after putting outside, we can find that cloth is dried off. Where the water drops goes? Where does the water drops go? To the surroundings. It will go to the surroundings of that cloth. അതായത് നമ്മൾ തുണി അലക്കി വെള്ളത്തിൽ നിന്ന് മുക്കി എടുക്കുമ്പോൾ അതിലെല്ലാം വെള്ളം ഉണ്ടാകും. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ അത് ഡ്രൈ ആയിരിക്കും. ആൻഡ് നവഡേസ് നമുക്ക് പകലൊക്കെ നല്ല വെയിൽ കിട്ടുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോ റെയിനി ആണ്. ബട്ട് യെസ്റ്റർഡേ ആൻഡ് ഓൾ ഇറ്റ് വാസ് വെരി ഹോട്ട്. നല്ല സണ്ണി ആയിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ തുണി അലക്കിയിട്ടിട്ട് ഞാനൊക്കെ ഇന്നലെ ഒരു 10 മണിയായപ്പോൾ തുണി അലക്കിയിട്ടിട്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഡ്രസ്സസ് ഓൾ ആർ ഡ്രൈഡ്, എല്ലാം ഉണങ്ങി കഴിഞ്ഞു. അപ്പൊ ആ ഡ്രസ്സിൽ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ എവിടെ പോയി? ഇറ്റ് ഹാസ് ബീൻ സ്പ്രെഡ്, ദാറ്റ് വേപ്പർ ഹാസ് ബീൻ സ്പ്രെഡ് അറൗണ്ട്.
അത് അന്തരീക്ഷത്തിലേക്ക് ചേർന്നു, നമ്മൾ കാണുന്നില്ല പിന്നെ അല്ലെ. ലൈക്ക് ദ സെയിം ഇവിടുത്തെ ഹീറ്റ് എവിടെ പോകുന്നു? ഇറ്റ് ഹാസ് ബീൻ സ്പ്രെഡ് ഇൻ ടു ദ സറൗണ്ടിങ്സ്. ഇൻ ബോത്ത് ദ above the case, heat flows from a body at a higher temperature to one at a lower temperature. Let us see how heat flows. ഇപ്പൊ ഹൈ ടെമ്പറേച്ചറിൽ ഉണ്ടായിരുന്നത് ലാസ്റ്റ് നമ്മളിപ്പോ കുറച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ തണുത്തിരിക്കുന്നു വെള്ളം. പിന്നെ വേറൊന്ന് നിങ്ങളുടെ പേരന്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മദർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? If it is too hot and if there is no time, much time is left, she will keep it in the cold water. She will pour into a glass or in a cup or something, and then she will place into the water, cold water. Cold water means water, normal water, not in the fridge and all. Fridge ന്റെ അതല്ല ഉദ്ദേശിക്കുന്നത്. വെള്ളത്തിൽ വെച്ച് തണുപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അത്യാവശ്യമാണ്, നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ ടൈമായി ഇങ്ങനെ പുറത്തെടുത്ത് വെച്ച് അത് കുറച്ച് സമയം എടുക്കും തണുക്കാൻ വേണ്ടി. അപ്പൊ വേഗം തണുപ്പിക്കാൻ വേണ്ടി അമ്മ ചെയ്യുന്ന ഒരു മെത്തേഡ് കണ്ടിട്ടുണ്ടോ? She will place it in the water. ഒരു ബേസിനകത്തോ എന്തിനകത്തോ ചെരുവത്തിനകത്തോ വെള്ളത്തിനകത്തോട്ട് വെച്ചിട്ട് തണുപ്പിക്കാറുണ്ട്. കണ്ടിട്ടുണ്ട് അങ്ങനെ? ഉണ്ട്. ഓക്കെ. അപ്പൊ അത് ആ വെള്ളത്തിന്റെ തണുപ്പിലേക്ക്, അതായത് പിന്നെ നിങ്ങൾ ആ വെള്ളത്തിൽ തൊട്ട് നോക്കാൻ നിങ്ങൾക്ക് എന്ത് തോന്നും? അതായത് ഒരു ബേസിൻ എടുത്തിട്ട് ബേസിനകത്തോട്ട് ഒരു കപ്പ് നിറച്ചും ചൂടുവെള്ളം തണുപ്പിക്കാനായിട്ട് വെക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കപ്പിലുള്ള വെള്ളം തണുത്തിട്ടുണ്ടാകും. പക്ഷെ സംതിങ് ഹാസ് ബീൻ ചേഞ്ച്ഡ് ദേർ ഇൻ ദ ബക്കറ്റ് ഓഫ് വാട്ടർ ഓർ ബേസൻ വാട്ടർ. എന്ത് സംഭവിച്ചിട്ടുണ്ടാവും ബേസനിലെ വെള്ളത്തിന്? ഇപ്പം unmute and talk please. Means that basin will cool. Basin water will be heat. It will be little more heat. അതായത് ഈ വെള്ളം തണുത്തിട്ടുണ്ടാവും നമുക്ക്, പക്ഷെ ആ വെള്ളത്തിന് ചൂടുണ്ടായിട്ടുണ്ടാവും കുറച്ചും കൂടെ. ഈ ഹോട്ട് ഹാസ് ബീൻ സ്പ്രെഡ് ടു ഷെയർഡ് വിത്ത് ദാറ്റ് വാട്ടർ. അതായത് ഈ ഇതിനകത്തുള്ള ചൂട് മറ്റേ വെള്ളത്തിൽ ബേസിനകത്തെ വെള്ളത്തിന് അല്ലെങ്കിൽ ബക്കറ്റിലുള്ള വെള്ളത്തിനകത്തോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവും. സോ ദിസ് വാട്ടർ ഹാസ് ബീൻ ബിക്കം cold or cooled, and that water has been become hot. Okay, see here. So in both the cases, heat flows from a body at a higher temperature to one at a lower temperature. Let us see how heat flows. എങ്ങനെയാണ് ഈ ചൂട് അങ്ങോട്ടും ഇങ്ങോട്ടും? ഒന്നിപ്പം നമ്മൾ പറഞ്ഞു ചൂടായി, അതായത് ചൂടുള്ള വെള്ളത്തിനകത്തോട്ട് സ്പൂൺ ഇട്ടപ്പം സ്പൂൺ ഓൾസോ ഹാസ് ബിക്കം hotter. And in second case, if we keep that water for outside for a few minutes, we can see that the water has been spread to the air, and thus the the heat has been spread around the surroundings, and thus the water of that glass or the vessel in which we have kept has been become cool. So now we will see how it has been passed. എങ്ങനെയാണ് അത് പാസ് ആയെന്ന് നോക്കാം. അതായത് എങ്ങനെയാണ് മറ്റതിലേക്കും കൂടെ സ്പ്രെഡ് ആയതെന്ന്. If you want to pass a book to your friend sitting a few desks away from you, you can do it in 3 ways. See now, imagine that you are sitting in a classroom in 6th standard, and now this in 7th standard you are not going to class now, isn't it? So last year when you were sitting, and how many students were there in your class, my dears? 11 students, no? 11. Okay. 11 students were there in the class. In first bench, in the first row, who was sitting? Suppose I don't know your names and all in your classes and all. I don't know students who are sitting there. I say Dia. Dia was sitting in the first bench in the first line. First bench, first line, first item. And the last bench, last one, Anne Maria. Maybe or may not be, but just now I am telling. Okay, ആയിരിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് പറയാം, ഒന്നാമത്തെ ബെഞ്ചിൽ ഒന്നാമതായിട്ട് ദിയ ഇരിക്കുന്നു, ലാസ്റ്റ് ബെഞ്ചിൽ ലാസ്റ്റ് ആൻമരിയ ഇരിക്കുന്നു. സോ ദിയ വാണ്ട് ടു പാസ് ദ ബുക്ക് ടു ആൻമരിയ. ദിയയുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ട്, ആ ബുക്ക് ആൻമരിയയുടെ കയ്യിൽ നിന്ന് എത്തിക്കണം. ഹൗ യു വിൽ പാസ് മൈ ഡിയേഴ്സ്? എങ്ങനെ അത് ആൻമരിയയുടെ കയ്യിൽ എത്തിക്കും? ദിയ, പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ മീ. How you will pass the book to Anne Maria? Fastly. നടക്കാറില്ല മിസ്സേ. നടക്കൊക്കെയുണ്ട്, വേറെ കുട്ടികളുണ്ട്. You were 11, maybe 25 students are there. How you will pass? I am asking. There are 3 methods are there. ഏതെങ്കിലും 3 മെത്തേഡുകളുണ്ട്. ഏതെങ്കിലും ഒന്ന് കൊടുക്കും. എന്താ
കൊണ്ടുപോയി കൊടുക്കും. Okay, she will get a pen, she will go to Anne Marie and she will pass. Okay, any other method? Pass it and She will pass one by one to other students, isn't it? She will give to the student one who is sitting near her, and that student will pass to another one, and that the student will pass to the next one, like that way. Okay, one more method. Any other method? Sean, Anne Maria, any other method? Yes, I will go there and take it. Okay, അത് പറഞ്ഞു. പോയി വാങ്ങും അല്ലെങ്കിൽ കൊണ്ടുപോയി കൊടുക്കും. അതൊരു മെത്തേഡ്. സെക്കൻഡ് വൺ പാസ് ചെയ്ത് ഓരോരുത്തരുടെ കയ്യിലായിട്ട് പാസ് ചെയ്ത് കൊടുത്തുവിടും. അനദർ വൺ മോർ മെത്തേഡ്. നമ്മൾ തന്നെ നീട്ടിക്കൊടുക്കും. അത് മനസ്സിലായി. അതാണ് നീട്ടി കൊടുക്കുന്ന കുറെ പുറകിലാണെങ്കിൽ നമ്മുടെ കൈക്ക് ഇത്രയല്ലേ നീളുള്ളൂ. കയ്യിൽ മറ്റേ എന്താ പറയുന്നത്, വേറെ സ്റ്റിക്കൊന്നും വെച്ചിട്ട് കൊടുക്കാൻ പറ്റത്തില്ലോ. അതിപ്പോ നമ്മൾ എഴുതായിട്ട് പോയി കൊടുക്കുന്നു, പാസ് ചെയ്ത് കൊടുക്കുന്നു. രണ്ട് മെത്തേഡായി. വൺ മോർ മെത്തേഡ് പറഞ്ഞു. എന്റെ ഷോണേ, നിന്റെ ബുദ്ധിയിലൊന്നും വരുന്നില്ലേ? പ്ലീസ് കമോൺ. ആൻമരിയ, രാവിലെ ഒന്നും കഴിക്കാത്തതിന്റെ പ്രശ്നമാണിത് അല്ലേ? Those who talk, please have to unmute. ഷോൺ എന്തൊക്കെയോ വിറുവിറുക്കുന്നുണ്ട്. But I can't hear because he has not yet unmuted. Okay, I will tell you. You can throw it, isn't it? Another way of reaching that book there is throwing. From here to there, throw. One throw. So book will reach to Anne Maria. Okay, so there are three methods. One, she can get up and go and give, or other Anne Maria can come and get it. Second method is passing through each student and it will reach. And third method, she can throw it and it may reach to the concerned person. Okay, like this way, pass the book through other children sitting between you and your friend, and go and hand over the book to your friend by yourself. And third one is throw the book towards your friend. So ingane moonu methodugal undu alle. Okay, ini similarly heat also or hot also, temperature also can pass in three methods. മൂന്ന് മെത്തേഡിൽ പാസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് കണ്ടക്ഷൻ, സെക്കൻഡ് വൺ ഈസ് കൺവെക്ഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് റേഡിയേഷൻ. ഫസ്റ്റ് വൺ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. Okay, now we will study conduction. Conduction ഞാൻ ഒരു എക്സാമ്പിൾ ഷെയർ ചെയ്യാമോ നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. Conduction of heat. See here is an iron piece. ഇവിടെ ഒരു അയൺ പീസ് ആണ്. എന്നിട്ട് ഇതിന്റെ കറക്റ്റ് ചൂട് കൊടുക്കുന്നു. അപ്പൊ ഇതിനേക്കാൾ വേറൊരെണ്ണം ഞാൻ ഷെയർ ചെയ്യാം.
See. One minute. എന്താന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന അതേ എക്സ്പെരിമെന്റ് ആണ്. നമ്മൾ ഒരു അയൺ റോഡ് എടുക്കുക. അയൺ റോഡ് എന്ന് പറഞ്ഞാൽ ഇരുമ്പിന്റെ കഷ്ണം. എന്നിട്ട് അതിന്റെ നടുക്കൂടെ ഓരോ ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ, ഇരുമ്പിന്റെയോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ, വി ഹാവ് ടു ഫിക്സ് ഇറ്റ് വിത്ത് വാക്സ്. വാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഴുക്. മെഴുക് നമുക്കറിയാം, മെഴുക് വെച്ചൊട്ടിക്കാൻ പറ്റും അല്ലെ? അതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ അപ്പൊ എന്തെങ്കിലും വാക്സ്, കാൻഡലിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയണ്ടേ അങ്ങനത്തെ എന്തെങ്കിലും വാക്സ് മെഴുക് വെച്ചിട്ട് ഒട്ടിക്കുക. എന്നിട്ട് നമ്മൾ അതിവിടെ ഫിക്സ് ചെയ്ത് വെക്കുക. അതായത് ഈ അയൺ റോഡിന്റെ നടുക്ക് ഫിക്സ് ചെയ്ത് വെക്കുക. അപ്പൊ നടുക്കൂടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാലും അറിയാം നിങ്ങൾക്കത്. ആ ചിത്രത്തിൽ ഇവിടെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക്. അപ്പൊ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് വി ഹാവ് ടു ഒരു വിളക്കോ അല്ലെ എന്തെങ്കിലും വെച്ച് ചൂടാക്കുക. ചൂട് പിടിക്കുന്ന രീതിയിൽ. ഇവിടെ ഗ്യാസിന്റെ അല്ല, ഒരു വിളക്കിന്റെ പോലത്തെ ചൂട് ലാമ്പാണ്. അപ്പം വി ഹാവ് ടു മേക്ക് ഇറ്റ് ഹീറ്റ്. ദെൻ വാട്ട് ഹാപ്പൻസ്? ചൂട് എന്ത് ചെയ്യും? ഇരുമ്പ് കമ്പി കൂടെ പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. സി ഇപ്പൊ ഹീറ്റ് വന്നപ്പം അയൺ പീസിന് ഹീറ്റ് വന്നപ്പം ഓരോന്ന് എന്ത് സംഭവിച്ചു? 1 by 1 ഇറ്റ് ഫെൽ ഡൗൺ. ഹൗ ഇറ്റ് ഫെൽ ഡൗൺ? ആ നെയിൽസ് എങ്ങനെ താഴെ വീണേ? ബിക്കോസ് ഈ കമ്പിയിൽ കൂടെ ഹീറ്റ് പാസ് ചെയ്തപ്പോൾ ഈ വാക്സ് ഹാസ് ബീൻ മെൽറ്റഡ്. വാക്സ് നമുക്കറിയാം, മെഴുക് നമുക്കറിയാം, ചൂടാകുമ്പോൾ എന്താകുന്നു? ഉരുകുന്നു, മെൽറ്റ് ചെയ്യും അല്ലെ? നിങ്ങൾ കണ്ടിട്ടില്ല? നിങ്ങൾ മെഴുകുതിരിയൊക്കെ എത്തിച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തിട്ടില്ല? കൈയൊക്കെ പൊളിച്ചിട്ടില്ലേ? പിന്നെ ഓക്കെ. അപ്പം സി, when this iron rod gets heated, the wax will melt. So ഈ വാക്സ് കൊണ്ട് ഒട്ടിച്ചിരിക്കുന്ന നെയിൽസ് ഓരോന്ന് ചൂടാകുന്നതനുസരിച്ച് ഈ വാക്സ് മെൽറ്റ് ആവുന്നതനുസരിച്ച് ഇറ്റ് വിൽ ഫോൾ ഡൗൺ. ഓക്കെ, താഴോട്ട് വീഴുന്നതാണ്. ഇനി why it happens like that way? See, molecules നമ്മൾ in previous lesson we have studied that while heating molecules will move, it will expand. അത് എക്സ്പാൻഡ് ചെയ്യും അല്ലെ? അപ്പം what happens? So this is hot region and this is cool region. Okay, did you understand better? മനസ്സിലായി? ഇപ്പം മീൻസ് ഹിയർ the iron pieces first side means where it gets heated first, that nail will fall down first. Then as the heat passes to the other end, as it passes one by one it will fall down. എല്ലാം കൂടെ ഒന്നിച്ച് താഴെ വീഴുന്നില്ല, ഓരോന്ന് വീഴുന്നത്. കാരണം ഫസ്റ്റ് വൺ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് വൺ ആദ്യം ചൂട് കിട്ടുമ്പോൾ വാക്സ് വിൽ മെൽറ്റ്, so it will fall down. Then as the heat passes, the next one and the third one, then the fourth one, then last one. ഇനി നമ്മൾ അതിന്റെ പകുതിയൊക്കെ എത്തുമ്പോൾ തന്നെ നമ്മൾ ചൂടാക്കാൻ നിർത്തി കഴിഞ്ഞാൽ others will remain like that way, it will not fall. ബാക്കിയുള്ളത് ചൂടങ്ങോട്ട് എത്തിയിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും? അത് അങ്ങനെ തന്നെ നിലനിൽക്കും, it will not fall. Okay. So that was the experiment. That is the experiment given here. Take an iron rod about 25 centimeter long. Fix thumb tracks. Thumb tracks means here it is nail, whatever it may be, and tracks along the length of the rod using wax. Heat one end of the rod. What you see? It will fall down one by one. You have seen now, isn't it? ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടില് ഇതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ കൈയൊന്നും പൊളിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാം.
Then as the road gets heated, the wax melts and the thumbtacks fall off. And you will find that the thumb track nearest to the end being heated falls first. So ചൂടാക്കുന്നതിന്റെ അടുത്തുള്ള ആ നെയിലാണ് ആദ്യം താഴെ വീഴുന്നത്. അതിന്റെ ലാസ്റ്റ് ആണ് ഏറ്റവും അങ്ങോട്ടുള്ളത് വീഴുള്ളൂ പയ്യെ, because the heat passes slowly and as it reaches the final stage, the final one will fall down. Okay, the farthest thumb track falls the last. Next, the above activity shows that heat is traveling along the length of road from the hot end to the cold end. So, ഈ ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് ഒറ്റയടിക്ക് നമ്മുടെ അങ്ങാറ്റം വരെ എത്തിയിട്ടില്ല സംഭവം അല്ലെ. സ്ലോലി വൺ ബൈ വൺ ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. നമ്മളിപ്പം ഇഫ് യു ആർ സ്റ്റാൻഡിങ് അറ്റ് വൺ സൈഡ് ഓഫ് യുവർ റൂം ആൻഡ് ഇഫ് യു റൺ മീൻസ് ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് ഓടി എത്തുന്നതിന് അത്രയും സമയം എടുക്കും അല്ലെ. ഒറ്റയടിക്ക് നമ്മൾ അങ്ങോട്ട് എത്തുവോ? ഇല്ല. അതുപോലെയാണ് ഹീറ്റ് പാസസ് from one end to last end. So അത് ആ ചൂടാക്കുന്ന ഭാഗത്ത് കൂടുതൽ ചൂട് വരും, അത് സ്ലോലി മറ്റേ അറ്റം വരെ എത്തും. This is called the conduction of heat. So what is conduction of heat? The heat is traveling along the length of road from the hot end to the cold end. This is called conduction. അതാണ് നമ്മളിപ്പോ പറഞ്ഞ നമ്മള് പാസ് ചെയ്ത് കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞത്. Okay. book pass ചെയ്തു കൊണ്ട് കൊടുക്കുന്നു പറഞ്ഞില്ലേ, like that way. Recall that the molecules of substance that starting vibrating faster as heat is supplied to it. When one end of the rod is heated, the molecules at the end start vibrating faster. They heat the nearby molecules and make them vibrate. These molecules again heat the neighboring molecules. In this way, the vibration and hence heat is transferred from the hot end to the cold end. Comparing this to passing of the book from one child to another. നിങ്ങൾ ഇതിൽ കണ്ടതായിരുന്നു, ആ വീഡിയോയിൽ തന്നെ കണ്ടായിരുന്നു. മോളിക്യൂൾസ് ഒരെണ്ണത്തിൽ ചൂടാകുമ്പോൾ മറ്റേതിന് അത് വൈബ്രേറ്റ് ആകും. സോ ഇറ്റ് വിൽ ഹിറ്റ് ദ നെക്സ്റ്റ് വൺ, ദെൻ ഇറ്റ് വിൽ ഹിറ്റ് ദ നെക്സ്റ്റ് വൺ. അങ്ങനെ ഓരോന്നിനെ ഹിറ്റ് ചെയ്ത് തട്ടി അതാ ലാസ്റ്റ് വരെ എത്തുന്ന ചൂട് അല്ലെ. അതിന് സമയം എടുക്കും. സെയിം വേ now we said, I asked how you will pass the book. So she said, first one she told us she will go and give, and second example she said she will pass to one by one. ഓരോരുത്തർ കുട്ടികളുടെ കയ്യിലായിട്ട് കൊടുത്തു വിടുന്നു പറഞ്ഞു അല്ലെ. ഇതിനൊരു അതുപോലെ തന്നെയാണ് ഇത്. ഓരോന്നായിട്ട് ഓരോ മോളിക്യൂൾസിൽ ടച്ച് ചെയ്ത് വൈബ്രേറ്റ് ചെയ്ത് അതിലേക്ക് പാസ് ചെയ്യുന്നത്, ആ ലാസ്റ്റ് മോളിക്യൂൾസിലേക്ക് എത്തുന്നത്. ഓക്കെ, compare this is passing to passing of the book from one child to another. Do you find the similarity? ഇപ്പൊ നിങ്ങൾക്ക് ആ സാമ്യം തോന്നുന്നുണ്ടോ? അതായത് Diya will pass the book to another student, that student will pass to the next one, and that next student, like that way. Finally, it will reach to Anne Maria. Like that way, here also, the molecule of the first molecule of that iron rod will be heated and it will vibrate, and then it will heat the second one, and the second one will heat the third one will heat the fourth one, and last it will heat the last one. മനസ്സിലായോ? ഇതൊരു സിമിലാരിറ്റി ഇതുപോലെ. Like this way heat will be passed. And second, thus conduction is the process of transfer of heat in which the heat travels from molecule to molecule from the hot end towards the cold end. So what is conduction? Conduction means it is the process of transfer of heat from one molecule to another molecule from heat end to cold end. Conduction of heat എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ് ആണ്. that heat passes from one first molecule to second molecule and molecule to molecules from hot end to cold end. ഏറ്റവും ചൂടായ ഭാഗത്ത് നിന്നും തണുത്ത ഭാഗത്ത് വരെ ലാസ്റ്റ് ചൂടെത്തുന്നതാണ് convection. The molecules themselves do not travel from one end to another. ആ ഫസ്റ്റ് മോളിക്യൂള് ആ ഉള്ള സ്ഥലത്ത് തന്നെയാണ്, മീൻസ് ഇച്ചിരി വൈബ്രേറ്റ് ചെയ്യുന്നു, മറ്റേതിനെ ടച്ച് ചെയ്യുന്നു, അതങ്ങോട്ട് അടുത്തതിനെ ടച്ച് ചെയ്യുന്നു, അങ്ങനെ പാസ് ചെയ്യുവാണ്. പക്ഷേ ഫസ്റ്റ് മോളിക്യൂൾ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ? ലാസ്റ്റ് മോളിക്യൂളിന്റെ അടുത്തോട്ട് വരെ പോയിട്ടുണ്ടോ? നോ, ഇറ്റ് ഡസന്റ് ചേഞ്ച് ഇറ്റ്സ് പ്ലേസ്. സെയിം വേ ആൻഡ് മരിയ ഒരാളുടെ കൈ കൊടുത്തു, ദിയ അല്ല കൊടുത്തല്ലേ, ദിയ ഒരാളുടെ കയ്യിൽ ഒരു ബുക്ക് കൊടുത്തു, അയാൾ മറ്റേ ആളുടെ കൊടുത്തു, അങ്ങനെ. ദിയ ഡസ് നോട്ട് ഗോ ടു ആൻഡ് മരിയ, ദിയ പോയില്ല, പകരം പാസ് ചെയ്ത് പോവുകയാണ് അല്ലെ. So this type of
passing the heat or temperature is known as convection. Manslayo, what is convection? Passing heat through one molecule to another molecule towards passing the heat from one molecule to another molecule from hot end to cold end is known as convection. Here molecule does not go from here to there, but it passes that. Okay. Heat is however transferred from one object to another by conducting only if the two objects are in contact and their temperatures are not the same. So ഇനി എങ്ങനെയൊക്കെയാണ് ഇത് പാസ് ചെയ്യുന്ന രണ്ട് ഇതുണ്ട്. If it is in contact. Okay. If the two things are in contact. ഇപ്പം ഞാൻ പറയാം, say you can see two objects with me. Can you? Okay. If I heat this thing, if I heat this thing, heat will pass till the end, isn't it? And if I want to pass the heat to this thing, I should touch this here. If these two things are in contact, only heat will pass. If it is like this way, will the heat pass from this to here? No. So these two things should be in contact. ഇത് രണ്ടും കോണ്ടാക്റ്റിൽ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഒരു സാധനത്തിൽ നിന്ന് മറ്റൊരു സാധനത്തിലേക്ക് ഹീറ്റ് പാസ് ചെയ്യുള്ളൂ. ഇനി നമ്മുടെ ചൂടാക്കുന്നതിന്റെ എത്രത്തോളം ചൂട് കൊടുക്കുന്നുണ്ടോ അതിന്റെ അനുസരിച്ചിരിക്കും വെതർ ഇവിടം വരെ എത്തുമെന്നുള്ളത് തന്നെ. പക്ഷെ ഇത് പാസ് ചെയ്തിട്ട് ഇതിലേക്കും കൂടെ പാസ് ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ നിയർ ആയിട്ട് ഇരിക്കുവാണ്, അടുത്തിരിക്കുവാണ്, ഇതിന് കിട്ടാൻ വഴിയില്ല. അല്ലെങ്കിൽ അതുപോലെ ചൂടുണ്ടാകണം, എങ്കിൽ പോലും വളരെ ഇറ്റ് വിൽ ബി വെരി ലെസ്, വളരെ കുറച്ചായിരിക്കും. പക്ഷെ ഇഫ് ഇറ്റ് ഈസ് ഇൻ കോണ്ടാക്ട് ഓർ ടച്ച്ഡ് ടുഗദർ, ഇറ്റ് ഈസ് ഇൻ കോണ്ടാക്ട്, ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഗെറ്റ് ഹീറ്റഡ്. ഇതിങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് ചൂട് കിട്ടും, ഇല്ല എങ്കിൽ ഒരിക്കലും കിട്ടത്തില്ല. മനസ്സിലായോ? സെപ്പറേറ്റ് ആയിട്ടിരിക്കുവാൻ ഇതിന് കിട്ടുമോ? നോ. And their temperatures are not the same. Temperature same ആയിരിക്കാൻ പാടില്ല. മീൻസ് നമ്മളിപ്പം പറഞ്ഞു ഹോട്ട് ആൻഡ് ഇവിടെ ചൂട് വിടുന്ന ചൂട് പിടിക്കുകയാണെങ്കിൽ ഇവിടെ ഇറ്റ് ഈസ് ഹോട്ട് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഹിയർ, എന്നാലേ ഇങ്ങോട്ട് വരുള്ളൂ. ഇനി ഇതും അതുപോലെ ആയിരിക്കണം, കോൾഡ് ആയിരിക്കണം, എന്നാലേ ഇതിനകത്തോട്ട് വരുള്ളൂ. Okay, here is conductors and insulators of heat. Activity 3, experimental investigations to show that some materials are conductors of heat and some are insulators. Now, what is the meaning of conductors and insulators? Conductors means the metals or the thing which passes the heat very fastly. വളരെ ഈസി ആയിട്ട് ചൂട് കടത്തിവിടുന്ന വസ്തുക്കളെയാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? Can you name anything? വേഗം ചൂട് പിടിക്കുന്ന ഒരു സാധനത്തിന്റെ പേര് പറയാമോ? ചൂട് പിടിക്കുന്നതല്ല, ചൂട് പാസ് ചെയ്യുന്നത്. അയൺ പീസ്, ഞാൻ ഒരു ഉദാഹരണം പറയാം. ഓർ അലുമിനിയം ഓർ വാട്ട് സ്റ്റീല്, ദീസ് ഓൾ തിങ്സ്. നിങ്ങൾ ഒന്നും ഒരു കാര്യം ചെയ്തേ, സയൻസ് ടീച്ചർ മേഴ്സി ടീച്ചറാന്ന് പറയണ്ട കേട്ടോ, കാരണം കൈയെല്ലാം പൊളിച്ചു വെച്ചു പിന്നെ എനിക്ക് ഉത്തരവാദിത്തം പറയണ്ട. ഓക്കെ, പേരറിയത്തില്ലെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഒരു അയൺ പീസ് എടുത്തിട്ട് നിങ്ങൾ സ്റ്റൗ കത്തിച്ചിട്ട് സ്റ്റവിന്റെ അടുത്ത് വെച്ച് ചൂടാക്കുക. അല്ലെങ്കിൽ ഒരു സ്റ്റീലിന്റെ ആണെങ്കിലും പീസ് വീട്ടിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ട്, മമ്മിയൊക്കെ വേറെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ അറ്റത്ത് പിടിച്ചോണ്ടിരിക്കുക. ഇമാജിൻ ദാറ്റ് ദിസ് ഈസ് ആൻ അയൺ പീസ്, ഹീറ്റ് ഇറ്റ്. അപ്പൊ ഇവിടെ പിടിച്ചോണ്ട് വേണം ഹീറ്റ് ചെയ്യാൻ. വാട്ട് യു വിൽ ഫീൽ ആഫ്റ്റർ 5 minutes or 2 minutes? 2 minutes, no need 5 minutes, 2 minutes. What you will feel? You will feel hot, and if you will hold it for 5 minutes, your fingers will be burned off. Isn't it? നല്ലപോലെ പൊള്ളും അല്ലേ? But if you take a piece of wood, ഒരു ചെറിയ കഷ്ണമല്ല, എന്നാൽ ചെറിയ കഷ്ണം ആയിക്കോട്ടെ, ഓക്കെ, കുഴപ്പമില്ല. വലുതെന്ന് വെച്ചാൽ അടുപ്പിലെ കത്തിക്കുന്ന വിറകില്ല, അത് മതി. അമ്മ അടുപ്പിൽ കത്തിക്കുന്ന വിറകില്ലേ? ഓക്കെ, യു ഹോൾഡ് ഇറ്റ് ലൈക്ക് ദാറ്റ്. വാട്ട് വിൽ ഹാപ്പൻ? വിൽ യു ഫീൽ എനി ഹോട്ട്നെസ് ഫോർ യുവർ ഫിംഗർ? So far you will not feel.
പക്ഷെ കത്തി 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 തീരുമ്പോ നിങ്ങൾക്ക് തുടങ്ങും. പക്ഷെ അയൺ പീസിന്റെ അങ്ങനെയല്ല. അയൺ പീസിന്റെ വേഗം നിങ്ങൾക്ക് എന്ത് ചെയ്യും? പൊള്ളും അല്ലെ? ഒരു അയൺ പീസോ സ്റ്റീലിന്റെയോ ഒക്കെ ആണെന്നറിയില്ല, പെട്ടെന്ന് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. പക്ഷെ ഒരു വുഡൻ പീസ് ആണെന്നറിയില്ല, അത്ര പെട്ടെന്ന് വരില്ല. ആ കത്തുന്ന ഭാഗത്ത് മാത്രം ചൂടുണ്ടാകും. അതിന്റെ ബാക്കിലേക്ക് ഇത്ര നീളമുള്ള ഒരു പീസ് ആണെങ്കിൽ ഇവിടെ ചൂട് കിട്ടും, ഇവിടെ നിങ്ങൾ പിടിക്കുവാണെങ്കിൽ ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ അമ്മമാരൊക്കെ അടുക്കള കുക്ക് ചെയ്യുന്ന സമയത്ത് they are using firewood, isn't it? So it will burn for some time and then she will push and keep it. Have you seen that? She will push the firewood inside again and then again Yes, it yes. will be going on burning, but her hand will not get burned. അങ്ങനെ തള്ളി വെക്കുന്ന സമയത്ത് അമ്മയുടെ കൈ പൊള്ളാറുണ്ടോ? ഇല്ല. ബട്ട് if it is the end point, she may get heat. ഈ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളെങ്കിൽ അത് തള്ളി വെക്കുമ്പോൾ അതിനകത്ത് ചൂടുണ്ടാകും. പക്ഷെ ഒരു this much long one means she will not feel like that way. That means some metals or some things will pass the heat very speedily and some will pass very slowly. So here are materials that allow the heat to pass very fastly are known as conductors. വളരെ വേഗത്തിൽ ചൂടിനെ കടത്തിവിടുന്ന വസ്തുക്കൾ. ഈ ഞാൻ പറഞ്ഞ പോലെ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ, നമ്മൾ ഒരടുപ്പത്ത് എന്തെങ്കിലും കറിയോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം വെച്ച് സ്പൂൺ അതിനകത്ത് ഇട്ടു. കുറച്ച് കഴിയുമ്പോൾ അമ്മ പറയും ഒന്ന് ഇളക്കി വിടാൻ പറഞ്ഞു. ആ കറി ഒന്ന് തോരണ ഒന്ന് ഇളക്കിക്കേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് ചെയ്യാറുണ്ട് അല്ലേ? ചെയ്യാറുണ്ടോ? പിന്നല്ല. ഓക്കെ. അപ്പൊ ഓക്കെ ഗുഡ്. ഇവിടെ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നവരാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾ അല്ലേ? ആരൊക്കെയോ വലിയ പുളു പിടിക്കുന്ന കേട്ടായിരുന്നു, ഒന്ന് ചിക്കൻ ഉണ്ടാക്കും അതുണ്ടാക്കും ഇതുണ്ടാക്കും എന്നൊക്കെ. എനിവേ ഓക്കെ. അപ്പൊ ഈ സ്പൂണ്, if mummy asked you to mix, she has already kept the spoon on the heated vessel. ആ ചൂടായ പാത്രത്തിന്റെ മേളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്പൂണും കൊണ്ട് എടുത്ത് ഇളക്കാൻ പറ്റും. നിങ്ങൾ പോയിട്ട് ആ സ്പൂണ് തൊട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് മേ ബി ഹോട്ട്, യു മേ ഗെറ്റ് ഹോട്ട്, യു മേ ഫീൽ ഹോട്ട്നെസ്. ചിലപ്പം കൈയൊക്കെ ചിലപ്പോ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊള്ളിന്നൊക്കെ വരും അല്ലെ? സോ അത് കാരണം ഹീറ്റ് പാസസ് വെരി ഫാസ്റ്റ്ലി, വേഗം അത് ചൂട് പിടിക്കാറുണ്ട് അല്ലെ? ബട്ട് ഞാൻ പറഞ്ഞ പോലെ ഫയർവുഡിന്റെ കേസിലാണെങ്കിലോ അത്ര പെട്ടെന്നൊന്നും ഉണ്ടാവത്തില്ല. ഓക്കെ. സോ സം മെറ്റീരിയൽസ് വിൽ പാസ് ദ ഹീറ്റ് വെരി ഫാസ്റ്റ്ലി. ദീസ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആർ നോൺ ആസ് കണ്ടക്ടേഴ്സ് ആൻഡ് ദ വെരി പുവർ കണ്ടക്ടേഴ്സ് മീൻസ് വളരെ സ്ലോ ആയിട്ട് വളരെ കുറച്ച് മാത്രം ഹീറ്റ് കടത്തി വിടുന്ന വസ്തുക്കളാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. Here an example has been given. Take some hot water in a tumbler as in activity 1. Take a steel spoon, a glass rod, a plastic scale, a wooden stick and a piece of thick copper wire. So 5 things are there. First one is a steel spoon. അതായത് ഒരു ഗ്ലാസ്സിനകത്ത് ചൂടുവെള്ളം എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് വൺ അതിനകത്ത് ഒരു സ്റ്റീൽ സ്പൂൺ ഇടുക. സെക്കൻഡ് അതിനകത്ത് ഗ്ലാസ് റോഡ് ഇടുക. ഒരു ചില്ലിന്റെ ഒരു എന്തെങ്കിലും ചില്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതൊക്കെ ഒരു ചില്ലിന്റെ സാധനം അല്ലേ? ഓക്കെ. ഇങ്ങനെ എന്തെങ്കിലും ഇടുക. നെക്സ്റ്റ് പ്ലാസ്റ്റിക് സ്കെയില്, നെക്സ്റ്റ് പീസ് ഓഫ് തിക്ക് കോപ്പർ വയർ, വുഡൻ സ്റ്റിക്ക്. ഇത്രയും സാധനങ്ങൾ വെള്ളത്തിലിടുക. Dip one end of each of this in hot water and wait for 2-3 minutes. After 2-3 minutes, if you touch all those things, what you will feel? How the temperature or the heatness of those things will be? Will it be same? Will all this be same? നല്ല തിളച്ച വെള്ളത്തിലോട്ട് ഈ 3-4 സാധനങ്ങൾ ഇങ്ങനെ മുങ്ങി വീഴരുത്, പിന്നെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. മുങ്ങി വീഴാതെ ഇത് വെച്ചിരിക്കുന്ന പോലെ തന്നെ you just keep it. And after 2-3 minutes, if you check, how you will feel? Will it be same? Illa. Some things like a spoon and all will be very hot compared to the wooden stick and all. അല്ലേ? ഈ വുഡൻ സ്റ്റിക്ക്, പ്ലാസ്റ്റിക് സ്കെയിൽ അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സ്റ്റീലിന്റെ സാധനം ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ചൂടായിട്ടുണ്ടാവും, കൂടുതൽ ചൂടായിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. വെയിറ്റ് ഫോർ 2-3 minutes, then touch the other end of the each article with your fingers. Which one will become hotter? ഏതായിരിക്കും കൂടുതൽ? ആ മെറ്റൽ ആയിരിക്കും അല്ലെ? അതായത് സ്റ്റീലിന്റെ സ്പൂൺ ആയിരിക്കും കൂടുതൽ ചൂടായിരുന്നു. Materials which allow heat to be conducted through them easily are called good conductors of heat. നമ്മുടെ ടൈം തീരാൻ പോകുന്നു മക്കളെ. Anyway, metals like iron, copper, silver and aluminum are good conductors of heat. In fact, most materials are good conductors of heat. ഒരുവിധം സാധനങ്ങളല്ല. നിങ്ങൾ ഈ പിന്നെ ബ്ലാക്ക് സ്മിത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ആരാന്നറിയാവോ? ബ്ലാക്ക് സ്മിത്ത്
കൊല്ലൻ എന്ന് കേട്ടിട്ടുണ്ടോ? കൊല്ലപ്പണി എടുക്കുന്നത്. കൊല്ലുന്നയാളല്ല, കില്ലിംഗ് പേഴ്സൺ അല്ല, മർഡർ ചെയ്യുന്ന അങ്ങനെ അവരല്ല, കില്ലറല്ല. ഈ പിന്നെ എന്താ കത്തിയും തൂമ്പയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ, അവരെയാണ് ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയുന്നത്. ഹാവ് യു ഗോൺ ടു ദം? അവരുടെ അടുത്ത് എവിടെയെങ്കിലും പണിയുന്ന സ്ഥലത്ത്, അവരെ കത്തിയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിങ്ങൾ പോയിട്ടുണ്ടോ? കത്തി കാച്ചിക്കാനൊക്കെ അങ്ങനെ എങ്ങാനും? നമ്മളങ്ങനത്തെ പരിപാടിക്കൊന്നും പോകുകയല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. If you go there, you My can. father will go. You have seen her. Okay, good. My father will go. Your father will go. When your father go, wants you to go with him. Okay. Okay. What they will do, you know? They will make heat first.